ഹായ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെടിച്ചട്ടിയിൽ ഇഞ്ചി നട്ടതിൻ്റെ ഒരു വീഡിയോ. വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിൽ ഇഞ്ചിയൊക്കെ കിളിച്ച് എത്രത്തോളം ഫലം ഉണ്ടാവുമെന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇഞ്ചി നട്ട് നോക്കുന്നത്. അപ്പം ഞാൻ ഈ ഇഞ്ചിയുടെ ഈ തണ്ടെല്ലാം ഉണങ്ങി നമുക്ക് വിളവെടുക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അതുവരെ ഞാൻ അതിൽ നിന്ന് ഇഞ്ചി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഇതെല്ലാം ചട്ടി മണ്ണോടെ തട്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ, എത്രത്തോളം ഫലമുണ്ടെന്ന്. ആദ്യത്തെ ചട്ടി തട്ടിയിട്ടപ്പോൾ തെറ്റില്ലാത്ത തരത്തിൽ, ഒരു ചട്ടിക്കകത്ത് ഇത്രയൊക്കെയല്ലേ കിട്ടൂ, അപ്പോൾ തെറ്റില്ലാത്ത തരത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനിയും അടുത്ത തട്ടിയിടാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ. അങ്ങനെ മൊത്തം 4 ചട്ടിയാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് എന്താ പറയുക, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ, എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ചട്ടിയിലേത് നല്ല ഒരുമാതിരി തെറ്റില്ലാത്ത തരത്തിലുള്ള വിളവ് കിട്ടി. പിന്നെ രണ്ടാമത്തെ ചട്ടി ഞാൻ തട്ടിയിട്ടു. അതിൽ വലിയ രീതിയിലുള്ള വിളവ് കിട്ടിയില്ലെങ്കിലും അതിൽ ഇഞ്ചിക്ക് വലിയ മുഴുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ മുട്ടത്തോടോ അങ്ങനെയുള്ളതൊക്കെയല്ലേ വളമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചാണകപ്പൊടി ഒരു തവണ എങ്ങാണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മുട്ടത്തോട്, പിന്നെ ഉള്ളിത്തൊലി, തേയിലയുടെ ചണ്ടി, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അല്ലാതെ കൂടുതൽ വളമൊക്കെ ഇട്ടായിരുന്നെങ്കിൽ നല്ലൊരു വിളവ് ലഭിച്ചേനെ. ഇതിപ്പം ഞാൻ അധികം വളമൊന്നും ഇട്ട് കൊടുക്കാഞ്ഞിട്ടായിരിക്കാം ഇത്രയും ചെറിയ ഇതായിപ്പോയത്. എന്നാലും കുഴപ്പമില്ല, സന്തോഷമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടൊരു സന്തോഷം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നീട് ഞാൻ വിചാരിച്ചു, എന്തായാലും ഇഞ്ചി നമ്മൾ നട്ട് ഇത്രയും ഒരു വിളവ് കിട്ടിയല്ലോ, ഇനി പുതിയ പിന്നെ ഇതിൽ ചട്ടികളിലും ഒക്കെ ആയിട്ട് ഇഞ്ചി നട്ട് വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും നിങ്ങളെ. അപ്പം ഞാൻ ഇത് 3ാമത്തെ ചട്ടിയും പൊക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടാണ് ഞാനിങ്ങനെ തട്ടിയിടുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ മണ്ണ് അവിടെ എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ പാടാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ടാണ് ഈ മണ്ണെല്ലാം തട്ടിയിടുന്നത് ചട്ടിയിൽ. അപ്പോൾ അതിലും അത്യാവശ്യം തെറ്റില്ലാത്ത തരത്തിൽ ഇഞ്ചി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ വളം കുറവാണല്ലോ ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ അത്രയും വിളവൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവൂ. പിന്നെ നമ്മൾ വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് വന്ന് നോക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും എന്നുള്ളതല്ലാതെ വലിയ കെയറിങ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് 3ാമത്തെ ചട്ടിയും തട്ടിയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും സന്തോഷം. മൊത്തം അങ്ങനെ 4 ചട്ടിയിൽ ഇഞ്ചിയാണ് നട്ടത്. 3 ചട്ടിയിലേതും നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 4ാമത്തെ ചട്ടിയിലെ ഇഞ്ചി ചട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. വേറെ ആരും ക്യാമറാമാന്മാരൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ്. അതിൻ്റേതായ പരിമിതികളുണ്ട്, സദയം ക്ഷമിക്കുക. 4ാമത്തെ ചട്ടി ഞാനിങ്ങനെ മണ്ണ് തട്ടിയിട്ടിരിക്കുകയാണ്.
അതിൽ അത്യാവശ്യം ഇഞ്ചി ഉണ്ടായിരുന്നു. പിന്നെ മണ്ണിൽ നിന്നിങ്ങനെ വലിച്ചെടുക്കാൻ ഇച്ചിരി പാടുപെട്ടു. അതിൽ നല്ല ഇഞ്ചിയായിരുന്നു കേട്ടോ. വലിയ ചട്ടിയിൽ നടുന്നതിന് നല്ല രീതിയിലുള്ള വിളവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ വലിയ ചട്ടികളൊക്കെ നോക്കി തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ചാക്കിൽ നമ്മൾ നടുക. ചാക്കിലാണെങ്കിലും വലിയ പ്രശ്നം വരത്തില്ല. അത്യാവശ്യം നല്ല വലിയ ഇഞ്ചി തന്നെ കിട്ടും. വലിയ ചട്ടിയിലൊക്കെ നട്ടതിന് നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത തരത്തിൽ. ഇനി ഇതിനെ ഞാൻ എടുത്ത് ഇത് നടാൻ വേണ്ടി അടുത്ത ചട്ടികൾ റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഇത് ഞാൻ അടുക്കളയിൽ ആവശ്യത്തിന് എടുക്കുന്നില്ല. എന്തായാലും ഇത് തിരിച്ച് കുറച്ച് മണ്ണൂടൊക്കെ ഇട്ട് ചട്ടികളിൽ തന്നെ നിറച്ച് വയ്ക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലൊക്കെ വീട്ടുകളിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.